Hello my dear friends, welcome back to Entropy Tech Tuition. This is Afsal. See, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ യൂട്യൂബ് മാനേജറിന്റെ ഒരു സിമ്പിൾ പ്രോബ്ലം വർക്കൗട്ട് ചെയ്തിരുന്നു. ആ പ്രോബ്ലം എങ്ങനെയായിരുന്നു? ആ പ്രോബ്ലം പൈപ്പിനകത്തെ പ്രഷർ ഹൈ പ്രഷർ ആയിരുന്നു, വിച്ച് മീൻസ് ആ പൈപ്പിന്റെ അറ്റ്മോസ്ഫിയറിനെ കാട്ടി ഹൈ പ്രഷർ ആയിരുന്നു പൈപ്പിനുള്ളിലെ പ്രഷർ. ആ പൈപ്പിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂട്യൂബിൻ്റെ ലെഫ്റ്റ് ലിംബ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൈപ്പിനകത്തെ പ്രഷർ വെരി ഹൈ പ്രഷർ ആയതുകൊണ്ട് ആ ലെഫ്റ്റ് ലിംബിലെ മെർക്കുറി ലെവൽ ഒരല്പം താഴ്ന്നിരിക്കും. കാരണം പൈപ്പിനകത്തുള്ള ഹൈ പ്രഷർ ആ മെർക്കുറിയെ പുഷ് ചെയ്ത് താഴ്ത്തി നിർത്തും. അപ്പോൾ എന്ത് സംഭവിക്കുന്നു, റൈറ്റ് ലിംബിലെ മെർക്കുറി ലെവൽ എന്ത് ചെയ്യും, ഒരല്പം പൊങ്ങി നിൽക്കും, വിച്ച് ഈസ് ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ. ഇതായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വർക്കൗട്ട് ചെയ്ത പ്രോബ്ലം. ഇന്ന് ചെയ്യാൻ പോകുന്നത് ആ ചെയ്ത പ്രോബ്ലത്തിന് നേരെ ഓപ്പോസിറ്റ് കേസ് ആയിരിക്കും ഇവിടെ ചെയ്യാൻ പോകുന്നത്, വിച്ച് മീൻസ് പൈപ്പിനകത്തെ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ കാട്ടി കുറഞ്ഞ പ്രഷറായിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എങ്ങനെയായിരിക്കാം മെർക്കുറി ലെവൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. റൈറ്റ് ലിംബിൽ, അതായത് അറ്റ്മോസ്ഫിയറിലോട്ട് ഓപ്പൺ ആയിരിക്കുന്ന മെർക്കുറി ലെവലായിരിക്കുമ്പോൾ കൂടി നിൽക്കുന്നത്, താഴ്ന്നു നിൽക്കുന്നതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലിട്ടൊന്ന് ആലോചിച്ച് നോക്കുക. എന്നിട്ട് നമുക്ക് ഈ പ്രോബ്ലത്തിലേക്ക് വരാം. ദിസ് ഇസ് ദ പ്രോബ്ലം. നോക്കൂ, എ സിമ്പിൾ യൂട്യൂബ് മാനോമീറ്റർ കണ്ടെയ്നിങ് മെർക്കുറി, അതായത് നമ്മുടെ യൂട്യൂബ് മാനോമീറ്ററിനകത്തുള്ള മാനോമെട്രിക് ഫ്ലൂയിഡ് ആരാണ്, മെർക്കുറിയാണ്. Mercury is connected to a pipe in which a fluid of specific gravity 0.8. ആ പൈപ്പിനകത്ത് ഫ്ലോ ചെയ്യുന്ന ഫ്ലൂയിഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 0.8, വിച്ച് മീൻസ് അതിൻ്റെ ഡെൻസിറ്റി എത്രയാണ്, 800 kg/m³ ഇൻറ്റു 1000 ചെയ്താൽ നമുക്ക് ഡെൻസിറ്റി കിട്ടും. ആൻഡ് ഹാവിങ് എ വാക്വം പ്രഷർ, അതുകൊണ്ട് അവിടെ കൃത്യമായി ഇവിടെ പറയുന്നുണ്ട് ഹാവിങ് എ വാക്വം പ്രഷർ. വാക്വം പ്രഷർ മീൻസ് എന്താണ്, നെഗറ്റീവ് പ്രഷറാണ്. ഓൾറെഡി തിയറട്ടിക്കൽ ക്ലാസ് പഠിപ്പിക്കാൻ നമ്മൾ പഠിപ്പിക്കണം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രഷേഴ്സ്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ പഠിപ്പിക്കുന്നുണ്ട്, അബ്സല്യൂട്ട് പ്രഷർ പഠിപ്പിക്കുന്നുണ്ട്, വാക്വം പ്രഷർ. വാക്വം പ്രഷർ മീൻസ് എന്താണ്, അറ്റ്മോസ്ഫിയറിനെ കാട്ടി കുറഞ്ഞു നിൽക്കുന്ന പ്രഷറിനെ വിളിക്കുന്ന പേരാണ് വാക്വം പ്രഷർ, അല്ലെങ്കിൽ നെഗറ്റീവ് പ്രഷർ എന്ന് വിളിക്കും. അപ്പോൾ ഇവിടെ കൃത്യമായി പറയുന്നുണ്ട് പൈപ്പിനകത്തുള്ള പ്രഷർ എന്താണ്, കുറഞ്ഞ പ്രഷറാണ് അറ്റ്മോസ്ഫിയറിനെ കാട്ടി. ദ അതർ എൻഡ് ഓഫ് ദ മാനോമീറ്റർ ഈസ് ഓപ്പൺ to atmosphere. മറ്റേ എൻ്റെ അറ്റ്മോസ്ഫിയറിലോട്ട് ഓപ്പൺ ആണ്. ഫൈൻഡ് ദ വാക്വം പ്രഷർ ഇൻ ദ പൈപ്പ് ഇഫ് ദ ഡിഫറൻസ് ഓഫ് മെർക്കുറി ലെവൽ ഇൻ ദ ടു ലിംബ് ഈസ് 40 cm. ആ റൈറ്റ് ലിംബിലെയും ലെഫ്റ്റ് ലിംബിലെയും മെർക്കുറി ലെവൽ ഡിഫറൻസ് 40 cm ആണ്. ആൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഇൻ ദ ലെഫ്റ്റ് ലിംബ് ഫ്രം ദ സെൻറ്റർ ഓഫ് ദ പൈപ്പ് ഈസ് 15 cm ബിലോ. അപ്പോൾ കണ്ടോ, യൂട്യൂബ് മാനോമീറ്ററിൻ്റെ ഫിഗർ വരയ്ക്കാനുള്ള എല്ലാ ഡേറ്റാസും തന്നിട്ടുണ്ട്. ഞാനിവിടെ ഓപ്പോസിറ്റ് കേസ് എടുക്കാനുള്ള കാരണം എന്താണ്, രണ്ട് കേസും നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കണം. പൈപ്പിനകത്തെ പ്രഷർ അറ്റ്മോസ്ഫിയറിനെ കാട്ടി കൂടിയ പ്രഷർ ആണെങ്കിൽ പടം എങ്ങനെ വരും, അറ്റ്മോസ്ഫിയറിനെ കാട്ടി കുറഞ്ഞ പ്രഷർ ആണെങ്കിൽ പടം എങ്ങനെ വരും. ഈ രണ്ട് കേസുകളാണ് യൂട്യൂബ് മാനോമീറ്ററിൽ മാറി മാറി ചോദിക്കുന്നത്. കുറച്ച് കോംപ്ലിക്കേഷൻസ് എക്സ്ട്രാ വരും, പക്ഷേ ഈ ബേസിക്സ് പഠിച്ചതിന് ആ കോംപ്ലിക്കേഷൻസ് ഒന്നും ഒരു പ്രശ്നമേ അല്ല. ബേസിക്സ് കൺസെപ്ച്വലി നമ്മളെ കോമൺ സെൻസ് യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിക്കുക, പഠിക്കാൻ ശ്രമിക്കുക. ഇത് നമുക്ക് എന്ത് ചെയ്യും, നേരെ ഈ പ്രോബ്ലം, ഈ പറഞ്ഞിരിക്കുന്ന കാര്യം ഒന്ന് വരയ്ക്കാൻ ശ്രമിക്കാം. ലെറ്റ്സ് സേ ദിസ് ഈസ് അവർ പൈപ്പ്. This is our pipe. Okay, ഈ പൈപ്പിലോട്ട് നമ്മൾ ആരെ കൊണ്ട് കണക്ട് ചെയ്യുകയാണ്, വി ആർ ഗോയിങ് ടു കണക്ട്, നമ്മൾ ആരെ കണക്ട് ചെയ്യുകയാണ്, ഒരു യൂട്യൂബ് മാനോമീറ്റർ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പൈപ്പിലോട്ട് കണക്ട് ചെയ്യുക. ലെറ്റ്സ് സേ ദിസ് ഈസ് ദ യൂട്യൂബ് മാനോമീറ്റർ. ദിസ് ഈസ് ദ യൂട്യൂബ് മാനോമീറ്റർ. ഈ യൂട്യൂബ് മാനോമീറ്ററിനകത്ത് നമ്മൾ മാനോമെട്രിക് ഫ്ലൂ ആയിട്ട് യൂസ് ചെയ്യുന്നത് ആരാണെന്ന് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്, വിച്ച് ഈസ് മെർക്കുറി അല്ലേ, വിച്ച് ഈസ് മെർക്കുറി. ഞാൻ എന്ത് ചെയ്തു, ദ മെർക്കുറി ഇങ്ങനെ ഫില്ല് ചെയ്തു. ദിസ് ഇസ് മെർക്കുറി. നോക്കൂ, ദിസ് ഇസ് മെർക്കുറി. കണ്ടോ, ദിസ് ഇസ് മെർക്കുറി. കണ്ടോ, ഞാൻ മെർക്കുറി വരച്ചതുകൊണ്ടോ പർപ്പസ്ഫുള്ളി റൈറ്റ് ലിംബിലെ മെർക്കുറി അല്പം പൊക്കി നിർത്തിയിരിക്കുന്നു, ലെഫ്റ്റ് ലിംബിലെ മെർക്കുറി ഒരല്പം താഴ്ത്തി നിർത്തിയിരിക്കുന്നു. ഇങ്ങനെയാണോ നിങ്ങൾ വരയ്ക്കേണ്ടത്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഞാൻ നേരത്തെ നിങ്ങൾ ആലോചിക്കാൻ പറഞ്ഞതാണ്. നമ്മൾ നാച്ചുറലി വരയ്ക്കുമ്പം ഇതേപോലെയാണ് വരയ്ക്കുന്നത്, പക്ഷേ ഈ പ്രോബ്ലത്തിൽ വരയ്ക്കേണ്ടത് ഇങ്ങനെയല്ല. ഇത് തൊട്ട് മുന്നേ ചെയ്ത പ്രോബ്ലമാണ്. ഇത് എപ്പോഴാണ് ഇങ്ങനെ ആകുന്നത്, പൈപ്പിനകത്തെ പ്രഷർ അറ്റ്മോസ്ഫിയറിനെ കാട്ടി കൂടിയ പ്രഷർ ആകുമ്പോൾ ഇതിനകത്തുള്ള ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നറിയാമോ, ഈ മെർക്കുറി ലെവലിൽ ഇങ്ങനെ പുഷ് ചെയ്ത് താഴ്ത്തി നിർത്തിയിരിക്കും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, കൃത്യമായി പറയുന്നുണ്ട് വാക്വം പ്രഷർ എന്ന്. വാക്വം പ്രഷർ എന്ന് പറഞ്ഞാൽ പൈപ്പിനകത്തെ പ്രഷർ കുറവാണ്, അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ് കൂടുതൽ. അപ്പോൾ ഇവിടുത്തെ മെർക്കുറി ലെവൽ ഒരല്പം, ലെഫ്റ്റ് സൈഡിലെ മെർക്കുറി ലെവൽ അല്പം പൊങ്ങി നിൽക്കണം. കാരണം പുറത്ത് ആരുണ്ട്, ഇവിടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഇങ്ങനെ ആക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈ ലിംബിലോട്ട് ഇങ്ങനെ അറ്റ്മോസ്ഫിയർ ഇങ്ങനെ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവൻ്റെ പ്രഷർ കൂടുതലായതുകൊണ്ട് ഇവൻ എന്ത് ചെയ്യും, കൂടുതൽ പുഷ് ചെയ്ത് മെർക്കുറി ലെവലിനെ ഒരുപാട് ഇങ്ങനെ താഴ്ത്തി നിർത്തും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിലോട്ട് പോവാം. ഞാൻ അതിനൊന്ന് റീഡ്രോ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് വരയ്ക്കാനുള്ളത്, മെർക്കുറി ലെവലിൻ്റെ റൈറ്റ് ലിംബ് താഴ്ന്നു നിൽക്കണം. കാരണം ഇവിടുത്തെ പ്രഷറാണ് ഹൈ പ്രഷർ. നോക്കുക, ഇത്രയും താഴ്ന്നു നിൽക്കുകയാണ്. കണ്ടോ, ഇത്രയും താഴ്ന്നു നിൽക്കുകയാണ്. എന്നിട്ട് ലെഫ്റ്റ് ലിംബിലെ മെർക്കുറി ലെവൽ എന്ത് ചെയ്തു, അല്പം ഞാൻ എന്ത് ചെയ്തു, പൊക്കി നിർത്തിയിരിക്കുകയാണ്. കാരണം എന്താണ്, ലെഫ്റ്റ് ലിംബിലെ ഈ കാണുന്ന പൈപ്പിനകത്ത് പ്രഷർ കുറവായതുകൊണ്ട്. ഇനി ക്വസ്റ്റ്യനിൽ കൃത്യമായി എടുത്ത് പറയുന്നുണ്ട്, ഈ പൈപ്പിനകത്തൂടെ ഫ്ലൂ ചെയ്യുന്ന ഒരു ഫ്ലൂയിഡ് ഉണ്ട്. ആ ഫ്ലൂയിഡിൻ്റെ ലെവൽ എന്ന് പറഞ്ഞാൽ ഈ പൈപ്പിൻ്റെ സെൻറ്ററിനെയും കാട്ടി 15 cm താഴ്ന്നു നിൽക്കുന്നു എന്ന് പറയുന്നുണ്ട്. നോക്കൂ നിങ്ങൾ,
ആൻഡ് 40 സെൻറ്റിമീറ്റർ ഈസ് ദ മെർക്കുറി ലെവൽ ഡിഫറൻസ്. അത് പറഞ്ഞിട്ട് പോകാം അല്ലേ. ഈ കാണുന്ന മെർക്കുറി ലെവൽ ഡിഫറൻസ് ഉണ്ടോ, ദിസ് ഡിഫറൻസ് എത്ര എന്ന് പറയുന്നുണ്ട്, 40 സെൻറ്റിമീറ്റർ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അതായത് റൈറ്റ് ലിംബിലെയും ലെഫ്റ്റ് ലിംബിലെയും മെർക്കുറി ലെവൽ ഡിഫറൻസ് 40 സെൻറ്റിമീറ്റർ. ആൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഇൻ ദ ലെഫ്റ്റ് ഫ്രം ദ സെൻറ്റർ ഓഫ് ദ പൈപ്പ് ഈസ് 15 സെൻറ്റിമീറ്റർ ബിലോ. കാരണം ഈ പൈപ്പിനകത്തൂടെ ഫ്ലോ ചെയ്യുന്ന ഫ്ലൂയിഡ് ഒരു 15 സെൻറ്റിമീറ്റർ താഴ്ന്നു നിൽക്കുകയാണ്. ഇവിടെ നിന്ന് ഈ കാണുന്ന പൈപ്പിൻ്റെ സെൻറ്ററിൽ നിന്ന് 15 സെൻറ്റിമീറ്റർ എന്ത് ചെയ്തിരിക്കുകയാണ്, താഴ്ന്നു നിൽക്കുകയാണ്. ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ. ഇപ്പം കണ്ടോ, ഈ പറയുന്ന ഗിവൺ ഡേറ്റ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ ഈസി ആയിട്ട് നമുക്ക് ഫിഗർ വരയ്ക്കാൻ പറ്റും. ഈ ഫിഗർ വരച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. നോക്കൂ, ഞാനൊരു ഫിഗറുടെ വരച്ച് വെച്ചിട്ടുണ്ട്. ദിസ് വാസ് ദ ക്വസ്റ്റ്യൻ. പൈപ്പിനകത്ത് പ്രഷർ പി ആയിട്ട് എടുത്തിട്ടുണ്ട്. ഈ പ്രഷർ നെഗറ്റീവ് പ്രഷറാണ്, അതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യും, വി ഷുഡ് ഫസ്റ്റ് U2 മാനോമീറ്ററിന് ഫിഗർ വരയ്ക്കുക. ചിലപ്പോൾ ക്വസ്റ്റ്യൻ തന്നിരിക്കും, ഇല്ലെങ്കിൽ ഗിവൺ ഡേറ്റാസ് വെച്ചുകൊണ്ട് കറക്റ്റായിട്ട് നിങ്ങൾ ഫിഗർ വരയ്ക്കുക. വരച്ചതിന് ശേഷം ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ്, U2 മാനോമീറ്ററിൻ്റെ പ്രോബ്ലം അപ്രോച്ച് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു റെഫറൻസ് ലൈൻ, ഒരു ഡേറ്റം ലൈൻ നമ്മൾ എന്ത് ചെയ്യുക, ഫിക്സ് ചെയ്യുക. ആ ഡേറ്റം ലൈൻ ആരായിരുന്നു, നിങ്ങൾ നേരെ റൈറ്റ് ലിംബിലും ലെഫ്റ്റ് ലിംബിലും നോക്കുക. ഏറ്റവും ലോവസ്റ്റ് മെർക്കുറി ലെവലാണ് നമ്മുടെ ഡേറ്റം അല്ലെങ്കിൽ നമ്മുടെ റെഫറൻസ് ലൈൻ. സോ ഞാൻ ഓൾറെഡി വരച്ചിട്ടുണ്ട്. ദിസ് ഈസ് ഈ റൈറ്റ് ലിംബിലാണ് മെർക്കുറി താഴ്ന്നു നടക്കുന്നത്. സോ ദിസ് ഈസ് അവർ ഡേറ്റം ലൈൻ. ദിസ് ഈസ് അവർ ഡേറ്റം ലൈൻ, അതായത് നമ്മുടെ റെഫറൻസ് പോയിന്റ്. ഇനി ഈ റെഫറൻസ് പോയിന്റ് വെച്ചുകൊണ്ടാണ് നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോകുന്നത്, പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. ആ റെഫറൻസ് ലൈനിൽ ലെഫ്റ്റ് ലിംബിൽ ഒരു പോയിന്റ് ഞാൻ ചൂസ് ചെയ്തു, ഇറ്റ് ഈസ് എൽ. അതേപോലെ റൈറ്റ് ലിംബിൽ ഒരു പോയിന്റ് അതേ സെയിം ലൈനിൽ ഞാൻ എന്ത് ചെയ്ത് ചൂസ് ചെയ്തത്, വിച്ച് ഈസ് ആർ. ഇത് രണ്ടും, ഈ എല്ലും ആറും കിടക്കുന്നത് ഡേറ്റം ലൈനാണ്, ഹൊറിസോണ്ടൽ ലൈനിലാണ്. രണ്ടുപേരുടെയും പ്രഷർ എന്തായേ പറ്റൂ, സെയിം ആയേ പറ്റൂ. അപ്പം നമുക്ക് നേരെ കണ്ടീഷൻസിലേക്ക് പോകാം. എന്താ കണ്ടീഷൻ, പ്രഷർ ഇൻ ദ ലെഫ്റ്റ് ലിംബ് വിച്ച് ഈസ് PL, ഈ എൽ എന്ന് പറയുന്ന പോയിന്റിലെ പ്രഷറും അതേസമയം റൈറ്റ് ലിംബിൽ ആർ എന്ന് പറയുന്ന പോയിന്റിലെ പ്രഷറും എന്തായേ പറ്റൂ, സെയിം ആയേ പറ്റൂ. അതാണ് ഹൈഡ്രോസ്റ്റാറ്റിക് ലോ പഠിപ്പിക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് ലിംബിലെ പ്രഷറും സെപ്പറേറ്റ്ലി ഇക്വേറ്റ് ചെയ്യാം. നോക്കൂ, പോയിന്റ് എല്ല് നോക്കൂ, പോയിന്റ് എല്ല് തുടങ്ങുമ്പോൾ ഏറ്റവും മുകളിൽ തുടങ്ങാം. മുകളിൽ ആരുണ്ട്, പൈപ്പിനകത്തെ പ്രഷർ എത്ര എന്ന് പറയുന്നുണ്ട്, P. അതാണ് കണ്ടുപിടിക്കാനുള്ളത്. P നോക്കൂ, ഈ Pക്കകത്ത് ഫ്ലോ ചെയ്യുന്ന ഫ്ലൂയിഡ് ഡെൻസിറ്റി എത്രയാണ്, റോ ആണെന്ന് വിചാരിക്കുക. ഈ റോ ഡെൻസിറ്റി ഉള്ള ഫ്ലൂയിഡ് എത്ര ദൂരം താഴോട്ട് കിടപ്പുണ്ട്, 15 സെൻറ്റിമീറ്റർ താഴോട്ട് കിടപ്പുണ്ട്. അപ്പോൾ ഈ പ്രഷർ താഴോട്ട് പോകുന്നതോറും പ്രഷർ കൂടണ്ടേ. സോ പ്ലസ് താഴോട്ട് പോകുന്നതോറും പ്രഷർ കൂടുന്നു. സോ പ്ലസ് റോ GH. വാട്ട് ഈസ് H? 15 സെൻറ്റിമീറ്റർ. സോ 15 സെൻറ്റിമീറ്ററിനെ നമ്മൾ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണ്, മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. ദാറ്റ് ഈസ് 0.15 മീറ്റർ. തീർന്നില്ല, ഇപ്പോൾ ഇവിടെ എത്തിയതേ ഉള്ളൂ. നമുക്ക് എല്ല് വരെ വരണം. സോ ഈ കാണുന്ന 15 മുതൽ ഇവിടം വരെ എത്ര, 40 സെൻറ്റിമീറ്ററിൽ ആര് കിടപ്പുണ്ട്, മെർക്കുറി കിടപ്പുണ്ട്. സോ അതും കൂടെ ആഡ് ചെയ്താൽ മാത്രമേ ഈ എൽ എന്ന് പറയുന്ന പോയിന്റിൽ പ്രഷർ കിട്ടത്തുള്ളൂ. സോ പ്ലസ് ഡെൻസിറ്റി ഓഫ് ദ മാനോമെട്രിക് ഫ്ലൂയിഡ് ഇൻറ്റു G ഇൻറ്റു H. H എത്രയാണ്, ഈ മെർക്കുറിയുടെ ഡെപ്ത് കണ്ടോ, 40 സെൻറ്റിമീറ്റർ. സോ ഇൻറ്റു 0.4. ഇത്രയും കഴിഞ്ഞാൽ എന്ത് കഴിഞ്ഞിരിക്കുകയാണ്, ലെഫ്റ്റ് സൈഡിലുള്ള പോയിന്റിലെ പ്രഷർ. ഇനി ആരെങ്കിലും ഉണ്ടോ, ഒന്ന് പൈപ്പിനകത്തെ പ്രഷർ, പിന്നെ ആ പൈപ്പിനകത്തുള്ള ഫ്ലൂയിഡ് ഒരു 15 സെൻറ്റിമീറ്റർ ഡീപ്പിലോട്ട് ഇറങ്ങി കിടക്കുകയാണ് ട്യൂബിനകത്തോട്ട്, അതിൻ്റെ പ്രഷർ, പിന്നെ മെർക്കുറി കാരണം ഉണ്ടാകുന്ന പ്രഷർ. ലെഫ്റ്റ് സൈഡിലെ പ്രഷർ കഴിഞ്ഞു. ഇനി റൈറ്റ് സൈഡിൽ നോക്കൂ, റൈറ്റ് സൈഡിൽ ഇവിടെ ആരെ മാത്രമേ ഉള്ളൂ, ഇവിടെ ദിസ് ഇസ് ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ ആണ്. സോ CP അറ്റ്മോസ്ഫിയർ. ദിസ് ഇസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ ഏറ്റവും ആദ്യം നോക്കൂ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ P അറ്റ്മോസ്ഫിയർ. ഇതല്ലാതെ ഇവിടെ വേറെ ഏതെങ്കിലും ഫ്ലൂയിഡ് ഫില്ല് ചെയ്തിട്ടുണ്ടോ, ഒരു ഫ്ലൂയിഡും ഫില്ല് ചെയ്തിട്ടില്ല. അപ്പോൾ റൈറ്റ് സൈഡിലെ പ്രഷർ ആര് മാത്രമേ ഉള്ളൂ, P അറ്റ്മോസ്ഫിയറിക് പ്രഷർ മാത്രമേ ഉള്ളൂ. വേറെ ആരും എടുത്ത് എഴുതേണ്ട ആവശ്യം, കാരണം അവിടെ വേറെ ഒരു ഫ്ലൂയിഡും ഇവിടെ എന്ത് ചെയ്തിട്ടില്ല, ഫില്ല് ചെയ്തിട്ടില്ല. അപ്പോൾ റൈറ്റ് സൈഡില്ല ആർ എന്ന് പറയുന്ന പോയിന്റിൽ പ്രഷർ ഈക്വൽ ടു ആരാണ്, P അറ്റ്മോസ്ഫിയർ ആണ്. ഓക്കെ അല്ലേ. പക്ഷേ ക്വസ്റ്റ്യനിൽ ഒരു സ്ഥലത്ത് പോലും പറഞ്ഞിട്ടില്ല ഫൈൻഡ് ദ അബ്സല്യൂട്ട് പ്രഷർ ഇൻ ദ പൈപ്പ് എന്ന് ക്വസ്റ്റ്യനിൽ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. വിച്ച് മീൻസ് നമ്മൾ എന്ത് ചെയ്യേണ്ട, അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൺസിഡർ ചെയ്യണ്ട എന്നർത്ഥം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ കാണുന്ന P അറ്റ്മോസ്ഫിയറിൻ്റെ വാല്യൂ എന്താക്കുന്നു, 0 ആക്കുന്നു. ഫ്രം ഹിയർ വി ആർ ഗോയിങ് ടു കാൽക്കുലേറ്റ് P ഈസ് ഈക്വൽ ടു, ബാക്കി എല്ലാം ഞാൻ അവിടെ കൊണ്ടുപോവുകയാണ്, റൈറ്റ് സൈഡിൽ കൊണ്ടുപോവുകയാണേ. അപ്പോൾ ഈ രണ്ട് പ്ലസ് ടേം മൈനസ് ആവില്ലേ, ഞാൻ പുറത്തോട്ട് എടുത്തു. ദിസ് ഇസ് ഡെൻസിറ്റി റോ GH. വാട്ട് ഈസ് ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ്, ഇറ്റ് ഈസ് ഗിവൻ സ്പെസിഫിക് ഗ്രാവിറ്റി 0.8 ആണെങ്കിൽ ഇൻറ്റു 1000 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, വി വിൽ ഗെറ്റ് ദ ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് വിച്ച് മീൻസ് 800 ഇൻറ്റു 9.81 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, വി വിൽ ഗെറ്റ് ദ ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് ഇൻറ്റു G. ദെൻ 0.15 ചെയ്താൽ ആ കാണുന്ന ഫ്ലൂയിഡ് കാരണം ഉണ്ടാകുന്ന പ്രഷർ കണ്ടെത്തി. പ്ലസ് ഡെൻസിറ്റി ഓഫ് ദ മാനോമെട്രിക് ഫ്ലൂയിഡ് നമ്മൾ അറിഞ്ഞിരിക്കണം, വിച്ച് ഈസ് 13,600 kg/m³ ആണ്. ഇൻറ്റു G 9.81 ഇൻറ്റു അവൻ്റെ ഡെപ്ത് എത്രയാണ്, 0.4. കഴിഞ്ഞു, കഥ കഴിഞ്ഞു. ഇത്രയും നിങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ആൻ ആൻസർ.
you will get an answer. 54,543 നോക്കൂ, മൈനസ് 54,543.6 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ആൻസർ കിട്ടുന്നത്. വളരെ സിമ്പിളാണ്, കണ്ടോ. ഇതൊരു സിമ്പിൾ പ്രോബ്ലം തന്നെയാണ്, എടുത്ത് പറയേണ്ട പ്രത്യേകിച്ച് ഒന്നുമില്ല ഇതിനകത്ത്. ഇത് ചെയ്യിപ്പിക്കാനുള്ള കാരണം പൈപ്പിനകത്തുള്ള പ്രഷർ നെഗറ്റീവ് പ്രഷർ ആയാൽ മെർക്കുറി ലെവൽ ഡിഫറൻസ് എങ്ങനെ ആയിരിക്കുമെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, വിഷ്വലി എനിക്ക് മനസ്സിലാക്കിപ്പിച്ച് തരണം. അതൊരു പ്രോബ്ലത്തിലൂടെ ആകുമ്പോൾ കുറേ കൂടെ പ്രോബ്ലം ചെയ്യുവാനുള്ള ഒരു എന്ത് കിട്ടും, ഒരു 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 സ്കില്ല് നമുക്ക് കിട്ടും, അല്ലെങ്കിൽ പ്രോബ്ലം കണ്ടൊരു പരിചയം, ഒരു ഫാമിലിയാരിറ്റി നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ കിട്ടുന്ന ആൻസർ നെഗറ്റീവ് ആണെന്നൊക്കെ നമുക്ക് ഒരു ഐഡിയ കിട്ടണം. ഇത് നെഗറ്റീവ് കിട്ടിയേ പറ്റൂ, കാരണം ക്വസ്റ്റ്യനിൽ പറയുന്നിരിക്കുകയാണ് the pressure inside the pipe is vacuum pressure. Negative indicates negative pressure or vacuum pressure. നെഗറ്റീവ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അർത്ഥം എന്താണ്, ഈ ചെയ്ത കാൽക്കുലേഷൻസിൽ എവിടെയോ നമുക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? അപ്പോൾ സിമ്പിൾ യൂട്യൂബ് മാനോമീറ്ററിൻ്റെ 2 ടൈപ്പ് പ്രോബ്ലം നമ്മൾ വർക്കൗട്ട് ചെയ്തു. ഒന്ന് പൈപ്പിനകത്തുള്ള പ്രഷർ ഗ്രേറ്റർ ദാൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, 2 പൈപ്പിനകത്തുള്ള പ്രഷർ ലെസ് ദാൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ക്ലിയർ ആയല്ലോ?